10ാം ക്ലാസ് പോലും എത്തിയിട്ടില്ല. ഇല്ല, 9 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം എനിക്ക് ഇവിടെ വർക്ക് ചെയ്യായിരിക്കും, എയർഫോഴ്സിലല്ലേ? അതെ. അപ്പൊ അന്നൊരു കൂട്ടുകുടുംബം പോലെ തന്നെയാണ്. സോമേട്ടൻ ഒറ്റ മോനാ. അച്ഛനും അമ്മയും സോമേട്ടനും. അത്രേ ഉള്ളൂ. അല്ല, എയർഫോഴ്സുകാരനായിട്ടുള്ള MG സോമൻ എങ്ങനെയായിരുന്നു? അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ കാണാത്ത ജീവിതമല്ല, ഞാൻ വീടിനകത്ത് തന്നെ ഇരുന്ന് ജീവിച്ച ആളാ. സിനിമയ്ക്ക് പോകാട്ട് എങ്ങും പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ വന്ന് സോമേട്ടൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കാണുന്നത്. അപ്പൊ അദ്ദേഹം ജോലിക്ക് പോകുന്ന ഇടങ്ങളിൽ ഈ എയർഫോഴ്സ് ടൈമിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ടോ? അമ്പാല, ആദംപൂരൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എയർഫോഴ്സുകാരനായ MG സോമനാണോ സിനിമാ നടനായിട്ടുള്ള MG സോമനാണോ കൂടുതൽ? എയർഫോഴ്സുകാരനായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങളെല്ലാം കാണാം, ഒത്തിരി ഫ്രണ്ട്സ്. സിനിമ സമ്മാനിച്ച കാഴ്ചകളും വേറെ വളരെ കളർഫുൾ ആയിട്ടുള്ളതല്ലേ? ഒരുപാട് ലൊക്കേഷൻസ്, ആർട്ടിസ്റ്റുകൾ, സെലിബ്രിറ്റീസ്. നല്ല നമുക്ക് എയർഫോഴ്സ് ആയിരുന്നു എനിക്കിഷ്ടം. അത് കഴിഞ്ഞപ്പോ സിനിമയിലേക്ക് പ്രവേശിക്കാമെന്നൊരു ചിന്ത തീരുമാനം ഉണ്ടാകുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? നമുക്ക് ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ, എന്തായിരുന്നു ആ ഒരു പശ്ചാത്തലം? പിന്നെ സോമന്റെ ഒരു നാടകം കണ്ടായിരുന്നു അന്ന്, PC ചേട്ടനെ, പിന്നെ മലയാറ്റൂർ രാമകൃഷ്ണനെ, ഇവരെല്ലാം കൂടെ കൂടി. എനിക്ക് ശരം നാടകമായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അതിലെ അഭിനയം കണ്ടിട്ടാണ് അവർ ആ സമയത്ത് അവർ ഗായത്രി സിനിമ എടുക്കാൻ തുടങ്ങുന്നത്. അവരൊക്കെ കൂടെ കൂടിയാ ഇങ്ങനെ തീരുമാനിച്ചത്, ഇങ്ങനെ ആ നാടകത്തിലെ അഭിനയം നന്നായിരിക്കുന്നത്. അതുപോലത്തെ ഒരു റോളായിരുന്നു ആ ഗായത്രിയിൽ ഒരു ചട്ടമ്പിയായിട്ടുള്ള ഒരു റോളായിരുന്നു. പൊതുവെ നിഷേധിയായിട്ടുള്ള റോളുകളെ കൂടുതലല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴേ ടെലിഗ്രാം വരുന്നത്, ഇങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട്. ആ വർഷം തന്നെ തൊട്ടടുത്ത സിനിമ. സാധാരണ ഇപ്പോഴത്തെ സിനിമയുടെ കോമ്പറ്റീഷൻ വെച്ചുകൊണ്ട് ഒരു നല്ല നല്ല പ്രൊജക്റ്റിലേക്ക് കണക്ട് ആവുക എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ഒരർത്ഥത്തിൽ. അന്നൊക്കെ സോമൻ സാറിന് കിട്ടിയ അനുഗ്രഹം എത്രയോ നല്ല റൈറ്റേഴ്സിന്റെ, എത്രയോ നല്ല ഡയറക്ടേഴ്സിന്റെ നല്ല നല്ല സിനിമകൾ തുടർച്ചയായിട്ട് അഭിനയിക്കാൻ പറ്റി. 79, 80, 83, 88 വരെ 15 സിനിമയിൽ കുറഞ്ഞ ചിത്രങ്ങളുള്ള വർഷമില്ലാന്ന് തോന്നുന്നു അല്ലെ? ഇത് ശാരീരികമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കുന്ന ഒരു ക്ഷീണം വെളുപ്പിന് 4 മണിക്കൊക്കെ വന്നാ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ നല്ല സോറപ്പായിരിക്കും. സോമട്ടം 4 മണിക്ക് ചോറിട്ട് വെച്ച് പിന്നെ ഒരു 8:30, 9 ആകുമ്പോൾ വീണ്ടും പോകും. അന്നത്തെ എന്താ ഓർമ്മ? സജിയുടെ ഒരു കുട്ടിക്കാലം മുതലുള്ള സിനിമാ മേഖലയിൽ തിരക്ക് പിടിച്ച സോമൻ എന്ന നടൻ, അച്ഛൻ വരുന്നു പോകുന്നു, അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത്, എന്താണ് നല്ല ഓർമ്മകൾ? എനിക്ക് അവധിക്കാലത്തുള്ള ഓർമ്മയില്ല. ഞാൻ ബോർഡിങ്ങിലായിരുന്നു. അവധിക്കാലത്ത് ലൊക്കേഷനിൽ പോകുക എന്നുള്ളതാണ് വലിയ. നമ്മുടെ അന്നത്തെ സമ്മർ ഹോളിഡേയ്സ് ഒക്കെ ലൊക്കേഷനിൽ പോകും. ചേച്ചിക്ക് അങ്ങനെ തന്നെയാണ്? ഓണം, ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ, സമ്മർ വെക്കേഷൻ, എവിടെ ആണെങ്കിലും അങ്ങോട്ട് പോകും, ലൊക്കേഷനിൽ പോകും. ഒക്കെ നല്ല അവിടെ ചെന്നാലും പിന്നെ ഡാഡി ഉള്ളപ്പോൾ ഇവിടെ ആണെങ്കിലും എവിടെ ആണെന്നാലും ഒത്തിരി ആൾക്കാർ കാണും. ഇതെല്ലാം ഫുൾ ഫാമിലി ആയിട്ട് നമ്മളെല്ലാവരും, അവർ മാത്രമേ അങ്ങനെയല്ല, അപ്പോൾ എല്ലാവരും കൂടെ അതൊരു ജോളി ആയിട്ടുള്ള ഒരു ടൈം. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോഴേ സോമൻ സാർ ജീവനോടെ ഉണ്ട് നമ്മുടെ ചുറ്റും. അതായി കാണുന്ന ചിത്രങ്ങളിലൊക്കെയും ജീവനോടെ ആ കണ്ണുകളുടെ തിളക്കം കാണാറുണ്ട്. അതിലൊക്കെ കുറെ ചിത്രങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചുള്ള പഴയകാല ചിത്രങ്ങളൊക്കെ ആ ഒരു അദ്ദേഹത്തോളം കെയർ ചെയ്തിരിക്കുന്ന മനസ്സിലാണ്. അങ്ങനെ കെയർ എത്രത്തോളമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അച്ഛനും? ഒത്തിരി കെയറിങ് ആയിരുന്നു. കുറച്ച് നാളെ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 26 വയസ്സ് വരെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഡാഡി. പക്ഷെ